രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അധ്യാത്മരാമായണം വായിച്ച് ആത്മാരാമനായി തീർന്ന മഹാഗുരുവാണ് എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ രാമായണ പാരായണം കൊണ്ട് തന്നെ ബ്രഹ്മപദത്തിലെത്താം, അധ്യാത്മ അനുഭൂതിയിൽ പൂർണ്ണമായും വിരാജിക്കാം. അതിന്റെ തെളിവാണ് ഇങ്ങനെ എത്രയോ തെളിവുകൾ നമ്മുടെ നാട്ടിലെമ്പാടും ഉണ്ടെന്നറിയോ. അങ്ങനെ അധ്യാത്മ പ്രദീപകം ലോകത്തിലെല്ലാവരും ഈ പ്രകാരത്തിൽ അധ്യാത്മവിദ്യയെ ഉൾക്കൊണ്ടാലോ ഈ ലോകം അങ്ങേയറ്റം ശാന്തവും സുന്ദരവുമായി തീരും. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ മഹാഗ്രന്ഥം അധ്യാത്മ പ്രദീപകം. അത്യന്തം രഹസ്യം. ഈ രാമായണം അത്യന്തം രഹസ്യമാണ്. രഹസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതെന്നാണ് പൊതുവിൽ നമ്മൾ ലൗകിക ജീവിതത്തിൽ കാണുന്ന അർത്ഥം. ഇവിടെ അതല്ല അർത്ഥം. ആരോടും പറഞ്ഞു കൊടുക്കാം, ആർക്കും പറഞ്ഞു കൊടുക്കാം. ലോകത്തിൽ ആർക്കും ഇത് ഉപദേശിക്കാം, രാമായണം ഉപദേശിക്കാം. ആർക്കും രാമായണം വായിക്കാം, ആർക്കും രാമായണം പഠിക്കാം, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ആർക്കും മനസ്സിലാകും? ശ്രദ്ധയോടുകൂടി പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. ശ്രദ്ധയില്ലാതെ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ടോ, നാലുപേരെ കാണിക്കാൻ വേണ്ടിയിട്ടോ, ഇതിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ ഇതെടുത്ത് മറിച്ച് നോക്കുന്ന ആളുകൾക്ക് രാമായണം പിടികിട്ടില്ല. അങ്ങനെ ശ്രദ്ധാപൂർവം പഠിക്കാത്തവർക്ക് പിടികിട്ടാത്തത് എന്നർത്ഥം അത്യന്തം രഹസ്യം എന്ന് പറഞ്ഞാൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് രഹസ്യമാണ്, മനസ്സിലാകാത്ത സാധനമാണ്. അല്ലാതെയുള്ള ആളുകൾക്ക് വളരെയേറെ ഹൃദയാവർജകം എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുന്നത്, ഉൾക്കൊള്ളാനാവുന്നതാണ്. അതാണ് അധ്യാത്മ പ്രദീപകം, അത്യന്തം രഹസ്യം. ഇതെല്ലാവരെയും പഠിപ്പിക്കൂ, എല്ലാവരെയും കേൾപ്പിക്കൂ. ശ്രദ്ധയുള്ളവർ മനസ്സിലാക്കിക്കൊള്ളും, ശ്രദ്ധയുള്ളവർ ഉൾക്കൊണ്ടുകൊള്ളും, ശ്രദ്ധയുള്ളവർ അത് സ്വാംശീകരിച്ചുകൊള്ളും. ഇല്ലാത്തവര് ശ്രദ്ധയുണ്ടാകുമ്പോഴേക്കും സ്വാംശീകരിച്ചുകൊള്ളും. രാമായണം ആരും കേൾക്കാൻ പാടില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. എല്ലാവർക്കും എപ്പോഴും കേൾക്കാം, എല്ലാവരെയും കേൾപ്പിക്കാം. എവിടെ നിന്ന് വേണോ രാമായണം വായിക്കാം, എവിടെ നിന്ന് വേണോ രാമകഥ പറയാം. യാതൊരു കുഴപ്പവും അതിനില്ല. അതാണ് അത്യന്തം രഹസ്യം. ഇത് അധ്യാത്മരാമായണം. ഇതിന്റെ പേര് അധ്യാത്മരാമായണമാണെന്നാണ്. ആരാ ഇത് ഉപദേശിച്ചത്? മൃത്യുശാസന പ്രോക്തം. മൃത്യുശാസനൻ, മരണത്തെ ശാസിച്ചവൻ, മരണത്തെ തന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഒതുക്കി നിർത്തിയവൻ, മരണത്തെ ജയിച്ചവൻ, അദ്ദേഹമാണത് ഉപദേശിച്ചിരിക്കുന്നത്. മൃത്യുഞ്ജയൻ, സാക്ഷാൽ മഹാദേവൻ, കൈലാസത്തിൽ വസിക്കുന്ന സാക്ഷാൽ പരമേശ്വരൻ, അദ്ദേഹമാണ് ഈ അധ്യാത്മരാമായണം ഉപദേശിച്ചത്. മഹാദേവൻ ഉപദേശിച്ചു എന്നോ, കൈലാസനാഥൻ ഉപദേശിച്ചു എന്നോ, ശിവൻ ഉപദേശിച്ചു എന്നോ, പരമേശ്വരൻ ഉപദേശിച്ചു എന്നോ പറയാതെ ഇവിടെ എഴുത്തച്ഛൻ ഉപയോഗിച്ച വാക്ക് നാം ശ്രദ്ധിക്കണം. മൃത്യുശാസനൻ പറഞ്ഞു. അതേ ഉപദേശിച്ചതാണ്, മൃത്യുവിനെ ശാസിച്ചവൻ. എന്തേ അങ്ങനെ തന്നെ പറയാനുള്ള കാരണം? രാമായണം പഠിച്ചതുകൊണ്ട് ആർക്കും ഉണ്ടാകുന്ന പ്രയോജനത്തെ അവിടെ സ്പഷ്ടീകരിച്ചിരിക്കുകയാണ്. മൃത്യുശാസനൻ ഉപദേശിച്ച ഈ രാമായണത്തെ ആരാണോ അധ്യയനം ചെയ്യുന്നത് അവർക്കും മൃത്യുഞ്ജയത്വം കൈവരും. അവരും മരണത്തെ അതിലംഘിക്കും. ലോകത്തിൽ ആരും മരണം ഇഷ്ടപ്പെടുന്നില്ല. മരണത്തെ ഒഴിവാക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക.
പക്ഷെ എന്ത് ചെയ്യാം, മരണം എന്നുള്ളത് സമസ്ത ജീവരാശിക്കും ഒരു യാഥാർത്ഥ്യമായിട്ട് അവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നു. അതിനെ ഒഴിവാക്കാൻ ഭൗതികമായ മാർഗങ്ങൾ അനന്തമായി പരിശീലിച്ചു, പരീക്ഷിച്ചു, ഒന്നും ഇതുവരെ ഫലിച്ചിട്ടില്ല. ഇനി ഫലിക്കുകയില്ല. ഭൗതിക മാർഗങ്ങൾ കൊണ്ട് മരണത്തെ അതിലംഘിക്കാനാവില്ല. പിന്നെ എങ്ങനെ മരണത്തെ അതിലംഘിക്കാനാകും? ശ്വേതാശ്വതര ഋഷി നമ്മോട് വിളിച്ചു പറയും, തമേവ വിദിത്വാ തിമൃത്യുമേതി. അവനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക. ആരെ? ഈ ലോകത്തിന്റെ മുഴുവൻ ആധാരമായിരിക്കുന്ന ആ പരമാത്മാവിനെ. ആ പരമാത്മാവിനെ ഞാൻ കണ്ടു കഴിഞ്ഞു. അതാണ് അദ്ദേഹം നമ്മോട് വിളിച്ചു പറയുന്നത്. ശ്വേതാശ്വതര ഉപനിഷത്തിലേതാണ്. ഇതേ മന്ത്രം മുണ്ടകോപനിഷത്തിലും കാണാം. വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസപരസ്താത്. തമസ്സിനും അപ്പുറത്ത്, അന്ധകാരത്തിനും അപ്പുറത്ത്, അജ്ഞാനത്തിനും അപ്പുറത്ത് കുടികൊള്ളുന്ന ആദിത്യവർണനായ സൂര്യനെ പോലെ ശോഭിക്കുന്ന ആ മഹാത്മാവായിരിക്കുന്ന പുരുഷനെ, പരമാത്മാവിനെ, പരബ്രഹ്മത്തെ വേദാഹം ഞാനിതാ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവനെ അറിഞ്ഞാലാണ് ആർക്കായാലും മരണത്തെ അതിലംഘിക്കാനാവുക. തമേവ വിദിത്വ അതിമൃത്യുമേതി. മരണത്തെ അതിലംഘിക്കാൻ വേറെ മാർഗമുണ്ടോ? അന്യപന്ഥ വിദ്യതയായനായ മരണത്തെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ കണ്ട് വേറെ ഒരു മാർഗവുമില്ല. ജനിമൃതികളില്ലാത്ത, രോഗവാർദ്ധക്യങ്ങളില്ലാത്ത ആ പരമപുരുഷനെ നേരിട്ടറിയണം. അദ്ദേഹത്തെ നേരിട്ടറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അദ്ദേഹം തന്നെയാണ് ഞാൻ എന്ന പ്രത്യക്ഷമായ അനുഭൂതി ഉണ്ടാകും. എനിക്ക് മരണമില്ല എന്ന പ്രത്യക്ഷമായ അനുഭൂതി ഉണ്ടാകും. ഞാൻ ഈ ശരീരവുമല്ല, ഞാൻ ഈ മനസ്സുമല്ല, ഞാൻ ഈ ബുദ്ധിയുമല്ല, ഞാൻ ഈ പ്രാണങ്ങളുമല്ല. ഞാൻ ജനിമൃതികളില്ലാത്ത നിർഗുണ നിരാകാര ബ്രഹ്മമാണ്, സച്ചിദാനന്ദമാണ് എന്നുള്ള പ്രത്യക്ഷമായ അനുഭവം ഉണ്ടാകും. ആ അനുഭവമാണ് ശ്വേതാശ്വതര ഋഷി നമ്മെ കേൾപ്പിച്ചത്. നമുക്കെല്ലാം അറിയുന്ന പ്രസിദ്ധമായ 4 മഹാവാക്യങ്ങളിൽ ആദ്യത്തേത് ഛാന്തോഗ്യ ഉപനിഷത്തിലെ മഹാവാക്യം തത്വമസി, അത് നീയാകുന്നു. ആ പരമപുരുഷൻ നീയാകുന്നു. അതാണ് തത് അത് ത്വം, നീ അസി ആകുന്നു. ആ പരമാത്മാവ്, പരബ്രഹ്മം നാം തന്നെയാണ് എന്ന് ഗുരു നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മോട് പറയുന്നതാണ് ഛാന്തോഗ്യ ഉപനിഷത്തിൽ നാം കേൾക്കുന്നത്. അതാണ് നമ്മെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുക, ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, ദൗർബല്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, ജീവിതത്തെ അലൗകികമാക്കി തീർക്കുക. ഈ ലൗകിക പ്രപഞ്ചത്തിൽ നാം അലൗകികമായ അനുഭവം നേടി അലൗകിക ജീവിയായി കാണുന്നവർക്ക് ലൗകിക ജീവിയാണ്, ഒരു മനുഷ്യനാണ്. എന്നാൽ അലൗകിക മണ്ഡലത്തിൽ ഈ ലോകത്തെ കണ്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ജീവിയായി ആനന്ദത്തോടുകൂടി ജീവിതത്തെ ധന്യമാക്കാൻ കഴിയും. രാമൻ അങ്ങനെ ജീവിച്ചയാളാണ്. അവതാര പുരുഷന്മാരും നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന എല്ലാ ദിവ്യന്മാരും അങ്ങനെയുള്ളവരാണ്. അവർ ജീവിച്ചിരിക്കവേ തന്നെ അമൃതത്വം പ്രാപിച്ചവരാണ്. അതാണ് ശ്രീരാമൻ മനുഷ്യൻ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹം തന്റെ ആത്മസ്വരൂപം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് ലോകത്തിൽ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നയാളാണ് എന്ന് വാൽമീകിയും മറ്റെല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത്. അധ്യാത്മ പ്രദീപകം അത്യന്തം രഹസ്യം, ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അങ്ങനെ മരണത്തെ അതിലംഘിക്കാനുള്ള മരുന്നാണിത്. അതാണ് മൃത്യുശാസനാണിത് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയാനുള്ള കാരണം. ആരിത് പഠിക്കുന്നുവോ അവർ മരണത്തെ അതിലംഘിക്കും. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധം ഈ ജന്മം കൊണ്ടേ. മർത്യജന്മികൾ മരണം ഉള്ള ജനനത്തോട് കൂടിയ ആളുകൾ. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാ. അതുകൊണ്ട് എല്ലാ ആളുകളും മർത്യന്മാരാണ്. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണമുള്ളവൻ. ആ വാക്കിന്റെ അർത്ഥം അതാണ്. നമ്മൾ മനുഷ്യൻ എന്ന്
എളുപ്പത്തിൽ അർത്ഥം പറയും. മരണമുള്ളവനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് മനുഷ്യൻ മർത്യനാണ്. അങ്ങനെ ആരാണോ ഈ മൃത്യുശാസനപ്രോക്തമായിരിക്കുന്ന മരണത്തെ അതിലംഘിക്കാൻ നമുക്ക് കരുത്തു നൽകുന്ന സിദ്ധൌഷധമായിരിക്കുന്ന അധ്യാത്മരാമായണം അധ്യയനം ചെയ്യുന്നത്, പഠിക്കുന്നത്, ശ്രദ്ധയോടുകൂടി വളരെയേറെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ സൂക്ഷ്മ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്ന് പഠിക്കുന്നത്, വെറുതെ ഒരു ഏകദേശ രൂപം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നതല്ല. സൂക്ഷ്മമായി ആരാണോ പഠിക്കുന്നത് അവർക്കെല്ലാം, മർത്യജന്മികൾക്കെല്ലാം, എല്ലാവർക്കും ഒരൊറ്റ ആളിനെയും മാറ്റി നിർത്തുന്നില്ല. സ്ഥാനമാനങ്ങളോ അധികാരമോ സമ്പത്തോ ജാതിയോ ദേശമോ ഭാഷയോ ഒന്നും അവിടെ പ്രസക്തമല്ല. ഏത് തന്നെയായിരുന്നാലും അവർക്കെല്ലാം മുക്തി സിദ്ധിക്കും, മോചനം ഉണ്ടാവും, ദുഃഖങ്ങളിൽ നിന്നുള്ള നിവൃത്തി ഉണ്ടാകും, ദുഃഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിമുക്തി, ജനിമൃതി പരമ്പരയിൽ നിന്ന് പോലും പരമമായ വിമുക്തി. മോക്ഷം വേണം എന്ന് ആർക്കാണോ തീവ്രമായ അഭിനിവേശം അവർക്ക് അത് തന്നെ ലഭിക്കും. ലൗകികമായിട്ടുള്ള അനേകം നേട്ടങ്ങൾ വേണമെന്നുള്ളവർക്ക് അത് ലഭിക്കും. അതാണ് കഷ്ടപ്പാടുകൾ എന്നുള്ളതായി വിമുക്തിയെ തരും. ഇത് ലൗകികമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് തരും. വലിയ വലിയ നേട്ടങ്ങൾ കൊതിക്കുന്ന ആളുകൾക്ക് അതും തരും. ഇനിയോ പരമമായ മുക്തി വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതും തരും. ഓരോരുത്തരുടെയും ആഗ്രഹത്തിന്റെ മണ്ഡലമേതോ അത് സാധിച്ചു തരും. പക്ഷെ ഒരു കാര്യം, ആഗ്രഹം ധാർമ്മികമായിരിക്കണം. അധാർമികമായ ആഗ്രഹങ്ങളെ ഇതുകൊണ്ട് നേടാം എന്ന് കരുതണ്ട. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവരെ കൊല്ലാനും വേണ്ടിയിട്ട് ഇതിനെ പഠിച്ച് ഇതിനെ സാധന ചെയ്ത് അങ്ങോട്ട് ഉപയോഗിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ധാർമ്മികമായ പന്ഥാവിലൂടെയുള്ള ആഗ്രഹങ്ങൾ, അത് ഈ മഹാഗ്രന്ഥം അധ്യയനം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. അതാണ് അസന്ദിഗ്ധം എന്ന് എഴുത്തച്ഛൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. എപ്പോ മുക്തി സിദ്ധിക്കുന്നത്? ഈ ജന്മം കൊണ്ടേ, ഈ ജന്മത്തിൽ തന്നെ സിദ്ധിക്കും. കാലതാമസമൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ലൗകികമായ ആഗ്രഹങ്ങളായിക്കോട്ടെ, ലോക അതീതമായ ആഗ്രഹമായിക്കോട്ടെ, പരമമായ മുക്തി ആയിക്കൊള്ളട്ടെ, എല്ലാം ഈ ജന്മത്തിൽ തന്നെ നേടാനാകും. രാമായണം ശ്രദ്ധയോടുകൂടിയിട്ട് അധ്യയനം ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ, ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം. ഭക്തി കൈക്കൊണ്ട്, ഭക്തിയോടുകൂടി. ഭക്തി വന്നാലേ ശ്രദ്ധയുണ്ടാവുള്ളൂ. ശ്രദ്ധയുണ്ടായാലേ, ശ്രദ്ധ ഉറച്ചാലേ ഭക്തിയും ഉറയ്ക്കുള്ളൂ. രണ്ടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നിന്റെ അഭാവത്തിൽ മറ്റേതുമില്ലാതായിത്തീരും. അതുകൊണ്ടാണ് ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ, എങ്കിൽ ശ്രദ്ധയോടെ കേൾക്കും. ഞാൻ രാമമഹാത്മ്യം എല്ലാം ഇതാ ചൊല്ലുന്നു, കേട്ടുകൊള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തനായി വന്നുകൂടും. ബുദ്ധിയുള്ള ആളുകൾ, ശ്രദ്ധയുള്ള ആളുകൾ, ഭഗവാനിൽ സമർപ്പണമുള്ള ആളുകൾ, ഗുരുവിൽ പരിപൂർണമായ നിഷ്ഠയുള്ള ആളുകൾ, മാതാപിതാക്കന്മാരോട് ബഹുമാനമുള്ള ആളുകൾ ഈ കഥ കേൾക്കുകയാണെങ്കിൽ അവർ മുക്തരായിത്തീരും, സ്വതന്ത്രരായിത്തീരും, ദുഃഖവിമുക്തരായിത്തീരും, കഷ്ടപ്പാടുകളിൽ നിന്ന് വിമുക്തരായിത്തീരും. അവർ ബദ്ധരായിരുന്നാൽ പോലും ബന്ധിക്കപ്പെട്ടവർ, പല കഷ്ടപ്പാടുകളിൽ ബന്ധിക്കപ്പെട്ടവർ, പല ബുദ്ധിമുട്ടുകളിൽ ബന്ധിക്കപ്പെട്ടവർ, അങ്ങനെ ആയിരുന്നാൽ പോലും ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം തന്നെ ദൂരെയായി മുക്തരായിത്തീരും, സ്വതന്ത്രരായിത്തീരും. അതാണ് ഈ മഹാഗ്രന്ഥം ശ്രദ്ധയോടെ പഠിച്ചാലുള്ളതായ പ്രയോജനം. അതുകൊണ്ട് പണ്ടുപണ്ടേ ഇതെന്നും വായിക്കുന്നത് നമ്മുടെ പരിശീലനമായി തീർന്നു, നമ്മുടെ സംസ്കൃതിയായി തീർന്നു. ഇപ്പോ
ജീവിതത്തിൻ്റെ തിരക്ക് വർദ്ധിച്ചു എന്ന് മാത്രമല്ല, പലർക്കും നമുക്കിടെ കോളനി മേധാവികൾ പണ്ട് പഠിപ്പിച്ചു തന്ന രാമായണത്തെയും മഹാഭാരതത്തെയൊക്കെ നിന്ദിച്ച് കാണാനുള്ള ആ ഒരു സ്വഭാവവും വന്നു ചേർന്നു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇത് വായിക്കുകയോ ഇത് കേൾക്കുകയോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. എണ്ണം കുറഞ്ഞെങ്കിലും എണ്ണം ഉണ്ട്. ഈ ഭാരതത്തിൽ ഭൂരിപക്ഷം പേരും രാമായണം ശ്രദ്ധയോടെ ഭക്തിയോടെ പഠിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ടുള്ളതായ വിമുക്തി ഉണ്ടാകും. ഭഗവാൻ പരമാത്മാവ് ഈ ഭൂമിയിൽ എല്ലാവർക്കും ധർമ്മത്തിന്റെ മാർഗം കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചയാളാണ്. ത്രേതായുഗത്തിൽ കാലാകാലങ്ങളിൽ അദ്ദേഹം അവതരിച്ചിട്ടുണ്ട്. എപ്പോഴെപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ഗ്ലാനി വരികയും അധർമ്മം വളരുകയും ചെയ്യുന്നത്, അപ്പോഴെപ്പോഴൊക്കെ അധർമ്മത്തെ ദൂരീകരിച്ച് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ ഉറപ്പായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് അദ്ദേഹം നിരന്തരം പാലിച്ചു പോരുന്നുണ്ട്. മത്സ്യമായി, കൂർമ്മമായി, വരാഹമായി, ഇങ്ങനെ നമ്മൾ അറിയുന്ന അവതാരങ്ങൾ അനേകമുണ്ട്. നമ്മൾ അറിയാത്ത അവതാരങ്ങൾ അനേക ആയിരമുണ്ട്. ചെറുതും വലുതുമായ അനേകം സേവനങ്ങൾ ലോകത്തിന് നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ അവതാരങ്ങളെല്ലാം. അങ്ങനെയുള്ള അദ്ദേഹം ത്രേതായുഗത്തില് പൂർണ്ണാവതാരമായി രാമനായി എത്തിച്ചേർന്നു. 2 അവതാരങ്ങളാണ് പൂർണ്ണാവതാരങ്ങൾ. ത്രേതായുഗത്തിലെ രാമാവതാരവും ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാരവും. ബാക്കിയെല്ലാം അംശാവതാരങ്ങളാണ്. അങ്ങനെ പൂർണ്ണാവതാരമായിട്ട് അദ്ദേഹം വന്ന് ആ അവതാര കൃത്യങ്ങളെല്ലാം നിർവഹിച്ച ആ കഥ, അതാണ് രാമായണം. അത് നാം പഠിക്കുമ്പോൾ ധാർമ്മികനായ ഒരു മനുഷ്യൻ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്കിതിനകത്ത് നിന്ന് ധരിക്കാനായി സാധിക്കും, ഉൾക്കൊള്ളാനായി സാധിക്കും.